എനിക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കൊതിയാകുന്നു. എൻ്റെ കുഞ്ഞിക്കാലും കൈയും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഇത് പറയുന്നത് ഷൈമ എന്ന 5 വയസ്സുകാരിയാണ്. സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഈ കുരുന്നിൻ്റെ കൈ അറ്റുപോയത്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ വീണ്ടും ബോംബാക്രമണത്തിനിരയായി. കാലും മുറിഞ്ഞുപോയി. ഷൈമയുടെ നഷ്ടമായ കൈയുടെയും കാലിൻ്റെയും ഭാഗം ഇപ്പോൾ മരുന്ന് വെച്ച് വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. കൂട്ടുകാർക്കൊപ്പം എന്തെങ്കിലും വീട്ടുമുറ്റത്ത് കളിക്കുന്നതും സ്വപ്നം കണ്ട് ഗസയിലെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. സ്വപ്നം പോലും കാണാൻ കഴിയാത്തവരുണ്ട്. ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഖാൻ യൂണിസിലെ അൽ നാസർ ആശുപത്രി ഇസ്രയേൽ സേന വളഞ്ഞിരിക്കുന്നു. അകത്തേക്കോ പുറത്തേക്കോ പ്രവേശിക്കാനാകുന്നില്ലെന്ന് UN ഏജൻസി അറിയിച്ചിട്ടുണ്ട്. 400 ഡയാലിസിസ് രോഗികളടക്കം ആയിരക്കണക്കിന് പേരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രിക്ക് സമീപം കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കുന്ന ദൃശ്യമടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഗസയിലെ വിവരങ്ങൾ അറിയാം. MJ നാസർ ചേരുന്നുണ്ട്. നാസർ, കൂട്ടക്കുഴിമാടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. ആദ്യം അറിയേണ്ടത് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ്. രശ്മ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അതിൻ്റെ വ്യാപ്തിയിൽ തന്നെ തുടരുകയാണ്. ഇത്രയേറെ ലോകസമ്മർദ്ദം രൂപപ്പെട്ടിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആക്രമണത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനോ അതിൻ്റെ ആഘാതം പരിമിതപ്പെടുത്താനുള്ള ഒരു നീക്കവും ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു, കൂട്ട നരഹത്യ അരങ്ങേറുന്നു. അതോടൊപ്പം തന്നെയാണ് നേരത്തെയൊക്കെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അതിലൊരു ദയാദാക്ഷിണ്യവുമില്ല വിധത്തിൽ തന്നെയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അൽ നാസർ ആയാലും അല്ലമൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളാണെങ്കിലും അതൊക്കെ നമുക്കറിയാൻ സാധിക്കും. വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് ഈ ആശുപത്രികളുടെ പ്രവർത്തനം പോലും നടക്കുന്നത്. എന്നിട്ടും ഇത്രയും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെപ്പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണമോ മരുന്നുൽപ്പന്നങ്ങളോ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റവരെ ഇപ്പോൾ പിന്നിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് ഈ ഖാൻ യൂനിസ് ഏരിയയിൽ ഈ പരിക്കേറ്റവർ അതാത് ഇടങ്ങളിൽ തന്നെ കഴിയുകയാണ്. അവർ ആംബുലൻസിലോ മറ്റോ ഈ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഖാൻ യൂനിസ് ഏരിയ. ഏതാണ്ട് 4-4.5 ലക്ഷത്തിലധികം ആളുകളെങ്കിലും ഇതിൻ്റെ നേർക്കുനേരെയുള്ള ഇരകളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്, ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിന്ന ആളുകൾക്ക് നേരെയും ആക്രമണം നടന്നു. അതിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിൻ്റെ വ്യാപ്തിയും കൂടുകയാണ്. കാരണം ഇന്നലെ മാത്രം 198 പേരാണ് മരണപ്പെട്ടത്. ഇന്ന് മരണസംഖ്യ അതിലും കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. രശ്മ, നാസർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കൻ വംശഹത്യാ ഹർജിയിൽ ഇടക്കാല വിധി നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹർജിയിൽ ഇടക്കാല വിധി പറയാനിരിക്കുകയാണ്. എന്തെല്ലാം സാധ്യതകളുണ്ട്? രശ്മ, ഇത് ഇടക്കാല വിധിയാണ് ഇപ്പോൾ നാളെ വരുന്നത്. പക്ഷേ വലിയ പ്രാധാന്യമുള്ളത് ദക്ഷിണാഫ്രിക്ക എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് അതിശക്തമായി തന്നെ നിരവധി തെളിവുകളാണ് ഈ വംശഹത്യയാണ് ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് 3/4 നൂറ്റാണ്ടായി തുടരുന്ന വംശഹത്യയുടെ ഒരു ഏറ്റവും അവസാന ഘട്ടം മാത്രമാണ് ഇതിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വെച്ചുകൊണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്ക ഈ കേസ് വാദിച്ചത്. അതിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരണം നൽകാനോ അതല്ല എന്ന് സ്ഥാപിക്കാനോ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ നാളെ വരുന്ന ഇടക്കാല വിധി ഒരുപക്ഷെ ഈ ആക്രമണം നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം, അതോടൊപ്പം തന്നെ ഗസയിലെ നാസറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ വളരെ നിർണായകമായൊരു വിധിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന ഹർജിയിലാണ് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും കൂടുതൽ സഹായം എത്തിക്കണമെന്നും വിധി വന്നേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ വിധി എന്ത് തന്നെ ആയാലും വിധി അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് ഇതിനോടകം തന്നെ ഇസ്രായേൽ കൈക്കൊണ്ടു കഴിഞ്ഞു. വിധി കേൾക്കാനായി ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി ഹേഗിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകളടക്കം നടക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി UN-ന് വിധേയമായതുകൊണ്ട് തന്നെ രക്ഷാസമിതി സ്ഥിരാംഗങ്ങൾക്ക് വിധി വീറ്റോ ചെയ്യാനാകും. നമ്മൾ നേരത്തെയും പലതവണ കണ്ടതാണ്. അമേരിക്കയ്ക്ക് വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ UN എടുക്കുന്ന തീരുമാനങ്ങളെ
തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നീതിപൂർവമായ വിധി ഉണ്ടായാൽ, ഇടക്കാല വിധി ഉണ്ടായാൽ പോലും അത് പ്രായോഗികമാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡീകോഡിന്റെ സമയം ഇതോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്.